ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനുഷ ഫാബ്രിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കുന്നതിന് വേണ്ടി ഒന്നും കൂടെ റിവൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ നമ്മൾ ക്ലാസ് ഇന്നലെ നിർത്തിയത് എവിടെ വെച്ചാണ്? സ്റ്റിച്ചിങ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തയ്യൽ തീരെ അറിയത്തില്ലാത്തവർക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണ്, മെഷീൻ ബാലൻസും സ്റ്റിച്ചിങ്ങുമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വേസ്റ്റ് പീസ് ആദ്യം എടുക്കണം. വേസ്റ്റ് പീസ് എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രഷർ ഫൂട്ട് ഉണ്ടല്ലോ, ഇത് പതുക്കെ ഇവിടെ ഉണ്ടാവും. ഇവിടുത്തെ ഈ പ്രഷർ ഫൂട്ട് പൊക്കാനായിട്ട് ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ടാവും. സാധാരണ മെഷീനിലും ഉണ്ട്, പവർ മെഷീനിലും ഒക്കെ ഉണ്ട്. പവർ മെഷീനിൽ കാലിൻ്റെ അടുത്തും ഉണ്ട്. അത് പതുക്കെ ഇങ്ങനെ താത്തിയാൽ മതി. അപ്പോൾ നമുക്കത് പൊങ്ങി വരും കണ്ടോ. കാലിൻ്റെ അടുത്ത്, മുട്ടിൻ്റെ അടുത്ത് ഉള്ള ഇതിൽ സ്റ്റാൻഡിൽ കാല് പതുക്കെ ഇങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അത് തന്നെ ഇങ്ങനെ മാറി വരും. നമുക്കപ്പോൾ ഈ പീസിനെ ഇങ്ങനെ വെക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? പവർ മെഷീൻ ആണെങ്കിൽ പവർ സ്വിച്ച് ഓൺ ചെയ്യുക. ഓൺ ചെയ്ത ശേഷം പതുക്കെ ഈ ത്രെഡ്, ഈ നൂലുണ്ടല്ലോ, ഈ രണ്ട് നൂലും ചേർത്ത് പതുക്കെ ഇതിൽ പിടിക്കണം. പിടിച്ച ശേഷം നമ്മൾ പതുക്കെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. നമ്മുടെ കാലിന് എത്രമാത്രം കൺട്രോൾ ഉണ്ടോ അതനുസരിച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കണ്ടോ, കാലിൻ്റെ സ്പീഡ് നമ്മൾക്ക് കൺട്രോൾ ആകുന്ന അനുസരിച്ചുള്ള നമ്മൾ പ്രസ് ചെയ്യാൻ പാടുള്ളൂ കാല്. അല്ലെങ്കിൽ സ്പീഡ് കൂടിയിട്ട് ഭയങ്കര സ്പീഡിൽ തയ്ച്ച് കയ്യിൽ നീഡിൽ കയറും. അതുപോലെ തന്നെ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ പവർ മെഷീൻ ആണെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ പതിയെ സ്റ്റിച്ചിട്ട് കൊടുക്കാനായിട്ട്. അപ്പം അങ്ങനെ നമ്മൾക്ക് നന്നായിട്ട് ബാലൻസ് എടുക്കുക ആദ്യം തന്നെ. അപ്പോൾ ഇതിന് പവർ ബാലൻസ് അല്ലെങ്കിൽ മിഷൻ കൺട്രോൾ എന്ന് പറയും. നമ്മുടെ പവർ ബാലൻസ് നല്ലപോലെ മിഷൻ കൺട്രോളിൽ വരുത്തുക. നമ്മുടെ കൈക്ക് എങ്ങനെയാണോ എത്രയും പതുക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ആ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പതുക്കെ നമ്മുടെ കൈകാല് ഒരു അരമണിക്കൂർ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഈ പ്രാക്ടീസിലൂടെ മാത്രമാണ് നമുക്ക് ടൈലറിങ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ജോലി ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ചെയ്യാൻ പാടില്ല. മെഷീൻ ഓൺ ചെയ്യാനോ കത്രിക എടുക്കുകയോ ഒന്നും ചെയ്യരുത്. ടെൻഷനൊന്നും ഇല്ലാത്ത സമയം, ഫ്രീ ആയിട്ടുള്ള ടൈം മാത്രം വേണം നമ്മൾ എപ്പോഴും ടൈലറിങ്ങിന് ഇരിക്കാനും അതുപോലെ തന്നെ കത്രിക എടുക്കാനും കട്ട് ചെയ്യാനും ഒക്കെ. അപ്പം വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ ടൈലറിങ് ക്ലാസ്സിൽ സമാധാനമായിട്ട് വേണം. ഏറ്റവും കൂളായിരിക്കുന്ന സമയം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് കുളിയെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ വന്ന് മെഷീനിലിരിക്കാനും അതുപോലെ തന്നെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനും. അപ്പോൾ എപ്പോഴും നമ്മൾക്ക് കയ്യിൽ കൺട്രോളായിരിക്കണം, കൈ കൺട്രോളായിരിക്കണം, നമ്മുടെ കണ്ണ് കൺട്രോളായിരിക്കണം. നമ്മൾ ചെയ്യുന്ന ജോലിയിലായിരിക്കണം നമ്മുടെ കണ്ണുണ്ടായിരിക്കേണ്ടത്. കണ്ണ് മെയിനാണ്. ഡ്രൈവിങ്ങിനും ടൈലറിങ്ങിനും എന്ത് ജോലിക്കും കണ്ണ് മെയിനാണ്. കാരണം കണ്ണിൻ്റെ ദിശ തെറ്റുമ്പോൾ നമ്മുടെ ജോലിയിൽ ഒരുപാട് ഫോൾട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കണ്ണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ണ് എവിടെയാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഭാഗത്ത് തന്നെ സ്റ്റിച്ച് വീഴാനായിട്ട് നമ്മുടെ കണ്ണിനെ കൺട്രോൾ ചെയ്ത് നമ്മൾ വെക്കണം. പല ചിന്തകളോ അല്ലെങ്കിൽ പല കാര്യങ്ങൾ സംസാരങ്ങളോ അതിൻ്റെ ഇടയിലൊക്കെ വന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വരത്തില്ല. അത് തന്നെ സംസാരത്തിൻ്റെ മൂഡിൽ നമ്മൾ റോങ് ആയിട്ട് ചെയ്തു വെക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ മാക്സിമം ഒരു 5-6 പീസ് എടുത്തിട്ട് ത്രെഡും ഇട്ട ശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ കൈയും കാലും കണ്ണും നല്ലപോലെ കൺട്രോൾ വരുത്തണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2-3 ദിവസം ഇങ്ങനെ അടിക്കുമ്പോഴേക്കും നമ്മൾ നന്നായിട്ട് അതിനെ മെഷീന് നല്ലതായി കൺട്രോൾ വരുത്താൻ സാധിക്കും. ചിലരൊക്കെ 1 മണിക്കൂർ 2 മണിക്കൂർ അടിക്കുമ്പോഴേ പഠിക്കും. പക്ഷേ ചില ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല, അല്ലെങ്കിൽ കുറച്ച് പേടിയൊക്കെ ഉള്ളവരാണെങ്കിലും അങ്ങനെയൊക്കെയാണ്. പതുക്കെ ചെയ്ത്
ശരിയാക്കി എടുക്കുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ആദ്യമായിട്ട് ടൈലറിങ് എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പഠിക്കാൻ നന്നായി ആഗ്രഹമുള്ളവർക്കും ഫീസ് കെട്ടാൻ നിവർത്തിയില്ലാത്തവർക്കും ഒക്കെ വേണ്ടിയാണ് ഞാൻ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അവർക്ക് ഒരു തൊഴിൽ മാർഗം എങ്ങനെയെങ്കിലും തയ്യൽ പഠിച്ചാൽ എന്തെങ്കിലും ചെയ്ത് ജീവിക്കാം എന്നുള്ള ഒരു അവസ്ഥയിലൊക്കെ കുറേ ആൾക്കാരുണ്ടാകും നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഒക്കെ. അപ്പം നമുക്കറിയത്തില്ല ആരാ എന്താ ഏതാന്ന്. അപ്പം നമ്മൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം അവർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു നല്ല ക്ലാസ്സാണ്. അപ്പം ദിവസവും നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എത്ര സ്ലോ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുമോ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ മെഷീനിൽ ത്രെഡ് ഇടാൻ പഠിക്കുക. ത്രെഡ് ഇടാൻ പഠിക്കുന്നതിന് വേണ്ടി ആ വീഡിയോ 2, 3, 4 വട്ടം ഇങ്ങനെ തിരിച്ചും ഇട്ട് കണ്ട് പഠിച്ചാൽ മതി. ഇനി ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയയ്ക്കുക. ഞാനത് ചെക്ക് ചെയ്തിട്ട് ദിവസവും നിങ്ങൾക്ക് വേണ്ട ആൻസറുകൾ കറക്റ്റായിട്ട് തരുന്നുണ്ട്. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കാരണം നല്ല അഭിപ്രായമാണെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകളാണെങ്കിലും ഇനി എന്താണേലും ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആൻസറുകൾ അത് ദിവസവും തരുന്നതാണ്. നിങ്ങളുടെ ഫോൺ നമ്പർ കറക്റ്റായി വെക്കാൻ മടിക്കണ്ട. കാരണം അതില്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഡയറക്റ്റായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. പിന്നെ നമ്മൾ സെയിൽ കൂടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ സെയിലിൻ്റെ ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സാരികൾ വന്നിട്ടുണ്ട്, വർക്ക് സാരികളാണ്. പിന്നെ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാരീസൊക്കെ ബ്ലൗസ് സാരീസ് ഇതെല്ലാം വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് സാരീസോ ഡ്രസ് മെറ്റീരിയൽ അതുപോലെ തന്നെ ചുരിദാർ ടോപ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് പിക്ചർ അയച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇനിയിപ്പോൾ ഓണമായിക്കൊണ്ട് നല്ല കളക്ഷൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം വാങ്ങാനായിട്ട് അതിനകത്ത് നല്ല കളക്ഷൻസൊക്കെ ഞാൻ പിക്ചർ അയച്ചു തരാം. നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ്. ഓക്കെ, നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നതാണ്. സ്പീഡ് പോസ്റ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ DTDC സ്പീഡ് പോസ്റ്റ് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തു. എല്ലാം പോയിൻറ്റഡ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ, ഇതേപോലെ നിങ്ങൾ ഒരു 3-4 പീസിൽ നന്നായിട്ട് എടുത്ത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ കൈ നന്നായിട്ട് സെറ്റാകും. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് പാൻറ്റഡ് അതുപോലെ തന്നെ എഡ്ജിലടിക്കുന്ന ആ സ്റ്റിച്ച് ഒരേപോലെ പൈപ്പിംഗ് ഇല്ലാതെ അടിക്കുന്ന ഇതൊക്കെ പഠിച്ച് നന്നായി സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ടൈലറിങ് നല്ല ഈസിയാകും. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ സ്റ്റിച്ചിങ് നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നാളെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ അറിയത്തില്ലാത്തവർക്ക് ടൈലറിങ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.